കൊച്ചമ്മേന്റെ തല നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഏതാനേ ഇന്നലെ കുടുംബശ്രീ കൂടിയപ്പോ നിന്റെ കൊച്ചമ്മ ഷീന കൊച്ചമ്മ എടുത്ത് തലയും ചേർത്ത് വെച്ച് സെക്രട്ടറി പരദൂഷണം പറഞ്ഞില്ലേ? അപ്പൊ അവിടെ ചാടിക്കേറി വന്ന ഫാനാണ് ഞാൻ. അങ്ങനെ അങ്ങ് ചാടിക്കേറി വരാനേ നിന്റെ കൊച്ചമ്മേനെ പോലെ വെറും വെളിച്ചെണ്ണ തേച്ച ലോക്കൽ തലയല്ല എന്റെ കൊച്ചമ്മക്ക് 6000 രൂപ മുടക്കി സ്ട്രെയിറ്റ് ചെയ്ത് അതിന് കളർ ചെയ്ത് ആഴ്ചയിലൊരിക്കൽ വാഷ് ചെയ്യാൻ തലയാ. കൂടുതൽ അങ്ങ് ബിൽഡപ്പ് ഇടല്ലേ. ഡെയിലി കുളിക്കാത്ത തല. മുടി സ്ട്രെയിറ്റ് ചെയ്ത് കളർ ചെയ്യുന്ന ആരെങ്കിലും ഡെയിലി കുളിക്കൂ? പണ്ട് ഈ കൊച്ചമ്മയുടെ തലമുടി ഞാനും തമ്മി മുട്ടം വഴക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ തലമുടി കയറടക്കും, എന്നിട്ട് ഞാൻ പൊട്ടിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തതേ ഈ മുടി കയറടക്കുമ്പോ കൊച്ചമ്മ എന്നെ എന്തിനാ വലിച്ചെറിയുന്നേന്ന്. അല്ല നിനക്കിപ്പ എന്താ വേണ്ടേ? നിന്റെ കൊച്ചമ്മയുടെ മോള് വമ്പർച്ചിരി പോവാൻ നിക്കല്ലേ? അപ്പം ഇവിടുന്ന് ഞാൻ അവളുടെ തലയിൽ കയറും. അവിടെ ചെന്നിട്ടോ മഞ്ജു ചേച്ചിയുടെ തലയിലോട്ട് അങ്ങ് ചാടും. മഞ്ജു ചേച്ചിയുടെ തലയിലോ? അതെങ്ങനെ കയറും? പെർഫോമൻസ് കഴിയുമ്പത്തേനും മഞ്ജു ചേച്ചി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ? അപ്പം ഇവിടെ നേരെ അങ്ങോട്ട് അങ്ങ് ചാടും. അതെന്തിനാ? എന്റെ കെട്ടിയോടത്ത് മക്കടുത്ത് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്നേ മഞ്ജു ചേച്ചി തല ടൂർ പോവാന്ന്. അതാകുമ്പോ ഒരാഴ്ച ദേഹത്ത് വെള്ളം വീഴുന്നുള്ള പേടി കണ്ടല്ലോ. കാർത്തിക് സൂര്യയുടെ തലയിൽ കയറുന്നതല്ലേ? അയ്യോ അത് പറ്റത്തില്ല. അതെന്തോ അത്രയ്ക്ക് പാടാണോ? അവിടെ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. അത് ആരും അറിയാതിരിക്കാനല്ലേ ആ ചെറുക്കൻ 24 മണിക്കൂറും തൊപ്പിയും വെച്ചോണ്ട് നടക്കുന്നത്. അതിനകത്തൊന്നുമില്ലേ? പേനില്ലെന്ന്. ശരിയാ, മുടി ഉണ്ടെങ്കിലല്ലേ പേനുണ്ടാവും. പക്ഷെ സാബു മോൻ എന്നെ പോലെയാ? ചീപ്പാന്നോ? അല്ലെന്ന് ജെന്റിൽമാനാ. ജെന്റിൽമാൻ. എന്നിട്ടാണോ ആ ജിതിൻ വാവ് എന്നെ കളിയാക്കി ഒരു സ്കിറ്റ് ചെയ്തപ്പോ ചിരിച്ചത്? ജിതിൻ വാവ് എന്തോ കളിയാക്കിയെന്നാ? ആ കൊടവയറം പറയുക എന്നെ ഒരു കഷണ്ടി തല കൊണ്ടിട്ടപ്പോ ഇങ്ങനെ 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 തെന്നിപ്പോയെന്ന്. ഇത് കണ്ട ആരും ചിരിച്ചു പോ. ചീപ്പ് വർത്താനം എന്നോട് പറയരുത്. ഞാൻ പിന്നെ വർത്താനം പറയാതെ? അതല്ലെന്ന്, ഒരുമാതിരി ചീപ്പ് വർത്താനം പറയരുത്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു സിനിമ നടനല്ലേ. നീയോ ഈച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പേൻ അഭിനയിച്ച സിനിമ ഏതാ? CBI ഡയറി കുറിപ്പ്. അതിൽ 5 ഭാഗങ്ങളിലും ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സീനിൽ? മിക്ക സീനിലും മമ്മൂക്ക ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ടിങ്ങനെ തല ഈ പേനാ. ഓ അപ്പൊ ഇതാണോ പേന? കത്തി തോണ്ടെ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. നിനക്കല്ലോ, നീ കടിക്കുമ്പോ ബാക്കിയുള്ളവർക്കല്ലേ ചൊറിഞ്ഞു വരുന്നേ. അതൊക്കെ പോട്ട്. നിന്റെ കൊച്ചമ്മേ മുതലാളി ആളെങ്ങനെയാ? മുതലാളി ആളൊരു മുടിചൂടാൻ മന്നനാ. മുടിചൂടാൻ മന്നനോ എന്ന് വെച്ചാ? വിഗ് വെക്കാത്ത കഷണ്ടി. മുടി ചൂടാൻ മന്നൻ. അത് കറക്റ്റ് ആണല്ലോ. ആ കഷണ്ടി തലയ്ക്ക് എന്നെ ആവശ്യമില്ലല്ലോ. പക്ഷെ കൊച്ചമ്മയ്ക്ക് എന്നെ എപ്പോഴും വേണം. ഞങ്ങളുള്ളത് കൊണ്ടാ നിന്റെ കൊച്ചമ്മയ്ക്ക് നിന്നെ എപ്പോഴും വേണ്ടത്. അത് നീ മറക്കരുത്. അല്ല, നിങ്ങൾ എങ്ങനെ മനുഷ്യരുടെ തലയിൽ കയറി പറ്റിയേ? അത് വലിയൊരു കഥയാ. എന്നാ പറയ്. പണ്ടൊരു പേനും മക്കളും കാട്ടിക്കോട് ഇങ്ങനെ നടന്നപ്പോ വഴി തെറ്റി. മണ്ടനായ ഒരു മനുഷ്യൻ വന്ന് അവരെ സഹായിച്ചു. പ്രത്യുപകാരം ചെയ്യണമെന്ന് തോന്നിയ പേൻ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം, അവനാളൊരു മണ്ടന, അവന് തലയ്ക്കകത്ത് ആള് താമസം വേണമെന്ന് എന്ന് പറഞ്ഞതും ഈ പേനും മക്കളും ചാടിക്കയറി അവന്റെ തലയിൽ താമസവും തുടങ്ങി. അവൻ അങ്ങനെ തന്നെ വേണം. അന്ന് മുതൽ തുടങ്ങിയതാ ഞങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം. വെറും ബന്ധമല്ല, രക്തബന്ധം. ഓ അപ്പൊ ഇനി ഒരു ചെറിയ സംശയം. ഈ തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതെന്തിനാ? ഞാനും എന്റെ മക്കളും തെന്നി വിടാതിരിക്കാൻ. പിന്നെ നീ മഞ്ജു ചേച്ചിയുടെ തലയിൽ പോകുന്നൊക്കെ കൊള്ളാം. മഞ്ജു ചേച്ചി സഹായിക്കാൻ ജ്യോതി എന്ന് പറഞ്ഞൊരു ചേച്ചി. അവര് ഹെയർ ഡ്രസ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും നിന്നെ കൈ കിട്ടിയ നിന്റെ കാര്യം കട്ട പോകയാ. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ നീ ഇവിടെ അങ്ങ് കൂടിക്കോ. ഞാൻ നിന്നെ പിടിച്ചു കൊടുക്കാതിരിക്കാം. നമുക്കാവുമ്പോ വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കുകയും ചെയ്യാം. ഏത് സെറ്റ്?